ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നല്ലൊരു കേക്കാണ് കേട്ടോ. കാണുമ്പോൾ അറിയാമല്ലോ, ഇത് പുതിയൊരു പുതിയ രീതിയിൽ, അതായത് ബ്രൗണി ആണ്. പക്ഷേ ബ്രൗണിയുടെ പുതിയൊരു വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തയ്യാറാക്കിയിട്ടുള്ള എൻ്റെ രീതിയിൽ ആരും ഒന്നും അനുകരിക്കാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാനായിട്ട് തയ്യാറാക്കിയ ഒരു കേക്കാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഇതിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഓവനോ എന്തെങ്കിലും ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഓവൻ സെറ്റപ്പ് ഇതുപോലെ റിങ് വെച്ചിട്ട് 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് ഐറ്റംസ്. ഞാൻ എല്ലാവരും ബ്രൗണിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെയാണല്ലോ ചേർക്കുന്നത്. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് ചേർക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയൊരു വെർഷനാണ്. ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തതാണ്. ഈ വൈറ്റ് ചോക്ലേറ്റ് 400 ഗ്രാമിൻ്റെ വൈറ്റ് ചോക്ലേറ്റാണ്. മീൻസ് വൈറ്റ് നല്ല കട്ടിയുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണിത്. അപ്പോൾ അത് കട്ടി കുറഞ്ഞ് അത് നൈസായിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ വേണമല്ലോ മെൽറ്റ് ചെയ്യാൻ. ബട്ടറിൽ ഇപ്പോൾ കട്ട് ചെയ്ത ചോക്ലേറ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് മാറ്റുന്നു. ഫുള്ളായിട്ട് മാറ്റുന്നില്ല, ഏകദേശം ഒരു 3-4 സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത്. അത് ലാസ്റ്റ് എനിക്കുന്നത് അത് കേക്കിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കേക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടല്ലോ, അതൊരു ഭംഗിക്ക് വേണ്ടി വൈറ്റ് ചോക്ലേറ്റ് ചേർക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാനും ഒരു ടേസ്റ്റ് കൂടാനും നല്ലതാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിത് നമ്മുടെ ഇതിപ്പോൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് ഒരു 2 മുട്ടയില്ലാതെയും തയ്യാറാക്കാം. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയും പൊട്ടിച്ച് ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് പൗഡർ ഷുഗർ ഉണ്ടല്ലോ, നമ്മൾ പൊടിച്ച പഞ്ചസാരയും വാനില എസൻസും ഒരു 1/2 സ്പൂൺ 1/4 സ്പൂണോളം വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ എല്ലാവരും കേക്ക് തയ്യാറാക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ കേക്ക് ആരെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. പക്ഷേ രക്ഷയില്ല കേട്ടോ, ടേസ്റ്റ് രുചി എന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും ഒരു പീസ് കഴിച്ചിട്ടാണ്. അതായത് ഇത് ഇന്നലെ തയ്യാറാക്കിയ കേക്കാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത് കഴിക്കാനും സൂപ്പറാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് നാവ് കൂടി ഇറങ്ങിപ്പോകുന്നൊക്കെ പറയില്ലേ, വെറുതെ പറയുന്നതല്ല കേട്ടോ. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. കാരണം അത്രയ്ക്കും രുചികരവും നല്ല സ്വീറ്റും ആൻഡ് ഭയങ്കര ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചോക്ലേറ്റാണിത്. പുറം ഭാഗം കുറച്ച് പരിപ്പൊടി കൂടി ഇരിക്കും, പക്ഷേ അകത്ത് നല്ല സോഫ്റ്റും നല്ല ക്രീമിയാണ്, നല്ല ടെക്സ്ചറോട് കൂടിയുള്ളൊരു കേക്കാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ പൊടി ഐറ്റംസൊക്കെ എടുക്കാം. അതിൽ ഞാനൊരു 100 ഗ്രാം കൊക്കോ പൗഡർ ഒരു അരിപ്പിലിട്ടിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു 250 ഗ്രാം നമ്മുടെ മൈദമാവും ചേർത്ത് സോഡാപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ, അതുപോലെ തന്നെ അതിൻ്റെ പൗഡറും എല്ലാം ഒരു 1/2 സ്പൂണും സോഡാപ്പൊടിയും ഒരു 1/4 സ്പൂണും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അരിക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ മുട്ട ചേർത്ത മിശ്രിതത്തിലേക്ക്, അതായത് മുട്ടയും പഞ്ചസാരയും നമ്മുടെ വാനില എസൻസും കൂടെ ചേർത്തിട്ടുള്ള ആ മിശ്രിതത്തിലേക്കാണ് ഞാൻ അരിച്ചൊഴിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ മെൽറ്റഡ് ഇതുണ്ടല്ലോ, നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്, അതായത് ബട്ടർ ചേർത്ത് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചിട്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഒരുപാട് ബീറ്റ് ചെയ്ത് അതിൻ്റെ ടെക്സ്ചർ ശരിയാവില്ല. ഒരുപാട് ബീറ്റ് ചെയ്താൽ ടെക്സ്ചർ ശരിയാവില്ല. അപ്പം നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുക. ഫുള്ളായിട്ട് മറ്റുള്ള കേക്കുകൾ ബീറ്റ് ചെയ്യും പോലെ ഫുള്ളായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യരുത്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ഹാർഡായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു 1/4 ഗ്ലാസ് പാല്, അതായത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച പാല്, ഒരുപാട് തണുപ്പില്ലാത്ത പാല്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പമാണ് കേട്ടോ, ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. കേക്കിൻ്റെ പിന്നെ നമ്മുടെ മോൾഡൊക്കെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണം. ബട്ടർ പേപ്പർ വെച്ച് കേക്കിൻ്റെ മോൾഡും ഒന്ന്
ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം, ബട്ടർ വെച്ച് സ്പ്രെഡ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് പാത്രം ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഒന്ന് ഹീറ്റ് ചെയ്ത് വെക്കുകയും വേണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഹീറ്റ് ആയാൽ മതി, ലോ ഫ്ലെയിമിൽ. അതിനുശേഷം നമ്മളിതെല്ലാം ഓരോന്ന് തയ്യാറാക്കി വരുമ്പോൾ അതൊക്കെ റെഡി ആയിരിക്കും. ഇപ്പോൾ ഇത് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഉണ്ടോ? വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇൻഷാ അല്ലാ നമ്മുടെ ബട്ടർ പേപ്പർ ചെയ്ത് വെച്ച ആ മോൾഡിലേക്ക് അല്പം ബട്ടറും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, അത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ ഒരുപാട് സ്പ്രെഡ് ചെയ്യരുത്, എന്നാലും അത് മൊരിഞ്ഞു പോവും. അപ്പോൾ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രൗണി കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാർക്ക് ചോക്ലേറ്റ് ചേർത്തില്ലെങ്കിലും നമ്മളിപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ലൈക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ഒന്ന് ടച്ച് ചെയ്യണേ. അത് നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് നമുക്ക് ശരിക്കും അത് അത്യാവശ്യമാണത്. ഇനി ഒന്ന് ടാപ്പ് ചെയ്യാം, 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യാം. മനസ്സിലായി, സ്ക്വയർ വെച്ചോ ജസ്റ്റ് 3-4 വരയെല്ലാം ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക്, അതായത് ഞാൻ സെറ്റാക്കി വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർക്കാം. ഞാൻ പിന്നെ വെറുതെ ഒന്ന് കാഷ്നട്ട് എടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്, വെറുതെ ചെയ്തതാണ്. അതിപ്പോൾ കേക്ക് ശരിക്കും അങ്ങ് പൊങ്ങി വന്നപ്പോഴത്തേക്ക് നട്ട്സ് എല്ലാം അങ്ങ് അടിയിൽ പോയി. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചുമ്മാ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എല്ലാവർക്കും. ഇനി ഇത് നമ്മുടെ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് വയ്ക്കാം. ഒരു 30-35 മിനിറ്റിനകത്ത് മതി. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ശരിക്കും പൊങ്ങി വന്നത് കേക്ക്. ഞാൻ കറക്റ്റ് ടൈമായി അടപ്പെടുത്ത് നോക്കിയപ്പോഴത്തേക്കും അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മധ്യഭാഗം ഒന്നങ്ങ് താഴ്ന്നു പോയി. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ രക്ഷയില്ല കേട്ടോ. കേക്ക് റെഡിയാ, മുകളിൽ മധ്യഭാഗം ചെറുതായിട്ടൊന്ന് താഴ്ന്നു പോയി. അപ്പോൾ ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പാത്രത്തിൻ്റെ അടപ്പ് പൊക്കി നോക്കരുത്. അപ്പോൾ എയർ കയറുമ്പോൾ എന്തോ പ്രോബ്ലം വന്നിട്ട് അത് കേക്കിൻ്റെ ആ ഒരു സംഭവം താഴ്ന്നു പോണതാണ്. പക്ഷെ നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെച്ച നട്ട്സ് ഒന്നും കാണാനില്ല, എല്ലാം അകത്തോട്ട് പോയിട്ടുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കടിച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട്, ഇപ്പം ഒന്നും പറ്റിയിട്ടില്ല, എല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് കമഴ്ത്തി തട്ടിയെടുക്കാം. ഇത് ഒന്നും ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ ആർക്കും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പോഴാണ് തട്ടിയിട്ട് ഉടനെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം അതിന് മുമ്പേ ടേസ്റ്റ് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ഇത് ഞാൻ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പി നമ്മുടെ ഷെയ്ഖ ദ ഹോം ഷെഫ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ട് നോക്കണം കേട്ടോ, കാണാത്തവർ. പല രീതിയിലുള്ള കേക്കുകളും പുഡിങ്ങുകളും ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളി. അടിഭാഗത്തൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ആ പേപ്പറെല്ലാം മാറ്റിയിട്ട് നോക്കാം. ആ ബട്ടർ പേപ്പറൊക്കെ ഞാൻ 2-3 ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല സോഫ്റ്റ്
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഈ കേക്കിൻ്റെ ഈ ഭാഗം തന്നെ നല്ല സോഫ്റ്റ് ആണത്. ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. പക്ഷേ അത്രയ്ക്കും വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാക്ഷി ഇല്ലാത്തത് കൊണ്ട് ചെറിയ ചൂടോടെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പൊടിഞ്ഞു പോയി, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞു പോയി. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് നേരെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സൂപ്പറാണ്, ഭയങ്കര ക്രീമിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗാലക്സിയുടെ ഒരു വലിയ ചോക്ലേറ്റും അതുപോലെ തന്നെ ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റും ആണ്. അത് വീഡിയോയിൽ കാണിച്ചതായിരുന്നു, പക്ഷേ അത് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് റെക്കോർഡ് ആയിരുന്നു കംപ്ലൈൻ്റ് എന്ന്. പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ ഫ്രഷ് ക്രീം ഒരു 2-3 സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, നല്ല ക്രീമി ടെക്സ്ചറോട് കൂടി കിട്ടും. ഈ ഒരു ഫ്രഷ് ക്രീമും കൂടെ ചേർത്താൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നല്ല മെൽറ്റായിട്ട് കിട്ടണം. ഇതിപ്പോൾ ഞാൻ ഡബിൾ ബോയിൽ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചോക്ലേറ്റിൻ്റെ പാത്രം വെച്ചിരിക്കുന്നത്. ആ ബൗൾ വെച്ചേക്കുന്നത് ഗ്ലാസിൻ്റെ ബൗളാണ്. ഉരിപ്പോകുന്ന പാത്രമൊന്നും വെക്കരുത് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും വെക്കരുത്. അതും ഗ്ലാസിൻ്റെതാകുമ്പോൾ കുറച്ച് കട്ടിയുള്ളത് തന്നെ വെക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ ശരിക്കും മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. എപ്പോഴും നമ്മൾ ക്രിസ്മസിന് നമ്മുടെ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഒരു കേക്കുണ്ടല്ലോ, നമ്മുടെ ആ ഒരു കേക്കും ഉണ്ടാക്കാം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതും കൂടി ചെയ്ത് നോക്കണം. വെറൈറ്റി ആഗ്രഹിക്കാത്ത ആരാ ഉള്ളല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കേക്കും കൂടെ തയ്യാറാക്കി നോക്കണം. ഇതുപോലെ ഇടയ്ക്ക് ഗസ്റ്റുകൾ വരുമ്പോഴും ക്രിസ്മസിനും ഒക്കെ ഗസ്റ്റുകൾ വരുമല്ലോ, ന്യൂ ഇയറിനുമൊക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരേപോലെ തയ്യാറാക്കാതെ ഇതുപോലത്തെ കേക്ക് കൂടി ഇന്ന് റെഡിയാക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അത്രയ്ക്കും ആണ്. എപ്പോഴും ഞാൻ തന്നെ ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ പറയുന്നത് എന്നെ ബോറാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഈ രീതിയിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് അതിൻ്റെ മധ്യത്തായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ചെറിയ ചൂടുണ്ട്, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു സൈഡൊന്ന് പൊടിഞ്ഞു പോയി. കുഴപ്പമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്കാണ്, അടിപൊളി. ഇത് മധ്യഭാഗത്ത് കുറച്ചൊന്ന് സ്പ്രെഡാക്കിയിട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഭാഗം മുകളിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ട് മധ്യഭാഗത്തു നിന്നുള്ളത് നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടുമായിരുന്നു. ഇതിപ്പോഴും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അത് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ കട്ട് ചെയ്ത് കഴിച്ചു. ഇപ്പോൾ തന്നെ മധ്യഭാഗത്ത് നല്ല ക്രീമി ആയിരിക്കുന്നു. കട്ട് ചെയ്ത് എടുത്തപ്പോൾ തന്നെ രക്ഷയില്ല കേട്ടോ. ഇതിന് മുകളിലിട്ട് ബാക്കി കൂടെ നമുക്ക് കഴിച്ച് സ്പ്രെഡ് ചെയ്യാം.
ഗാലക്സിയിൽ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു. അത് ബദാമും പിന്നെ നട്ട്സുകളെല്ലാം ഉണ്ടായിരുന്നു ഗാലക്സി ചോക്ലേറ്റിൽ. അത് മെൽറ്റ് ചെയ്തപ്പോൾ അതെല്ലാം കൂടെ ഇതിലായിട്ട് വന്നതുകൊണ്ട് ഞാൻ ഒരുപാട് വേറെ നട്ട്സുകളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. നേരത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചിരുന്ന കാഷ്യൂ മാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ബദാം ചെറിയ ചെറിയ പീസ് ഉണ്ടായിരുന്നു അതിൽ തന്നെ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കുറച്ച് ഭാഗം എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയും ചോക്ലേറ്റിൽ നല്ല ടേസ്റ്റുമാണ്, എക്സ്ട്രാ ടേസ്റ്റാണ്. അടിപൊളി കേട്ടോ. ഇൻഷാല്ലാ അതാ കണ്ടില്ലേ കേക്ക്, നല്ല രുചികരമായ അടിപൊളിയായ നല്ല കേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ കഴിച്ചതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.